കുടുംബത്തിൽ വേറെ ആർക്കെങ്കിലും ട്വിൻസ് ഉണ്ടോ എന്നുള്ളത് ഇതെനിക്ക് ഒരുപാട് പ്രാവശ്യം യൂട്യൂബിൽ തന്നെ വന്ന ചോദ്യമായിട്ടാ. എൻ്റെ ഏജും റമീസ് ഖാൻ്റെ ഏജും അങ്ങനെ ഞാൻ വന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് എനിക്ക് പേര് ആസിയ എന്ന് വന്നിട്ടുണ്ടായിരുന്നത്. കുറച്ച് നേരത്തെ അങ്ങ് പോയ ആൾക്കാരാണ്. അപ്പം അവർ രണ്ടുപേരും ഐഡൻറ്റിക്കൽ ട്വിൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ ഹായ്, ടിപ്സ് ഓഫ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു Q&A ആയിട്ടാണ്. ഞാൻ Q&A ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കുറേ നാളായി. ഞാൻ പോസ്റ്റിലൊരു ഇതിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു, ഞാൻ Q&A ആയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അപ്പോഴൊന്നും എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഞാൻ വീഡിയോ എടുക്കണമെന്ന് രാവിലെ വിചാരിച്ചു, ഇപ്പോൾ വൈകുന്നേരം ആയിട്ടാണ്. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് എന്താണ് ഇങ്ങനെ ഹിജാബൊക്കെ കുത്തിയിട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തട്ടത്തിൻ്റെ മേലിലും മുടിൻ്റെ മേലിലൊക്കെ കളിക്കുന്ന ആൾക്കാരിങ്ങനെ പറയാറുണ്ട്. അതുകൊണ്ട് ഒന്ന് ഒതുങ്ങി നിന്നോട്ടെ എന്ന് വെച്ചിട്ടാട്ടോ കുത്തിയിട്ടൊക്കെ വന്നത്. പിന്നെ എന്തൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ ഒരുപാട് ചോദിക്കുന്നുണ്ട്. എന്താ പറയുക, ഒരു പോസ്റ്റ് പാർട്ടം സ്റ്റേജിലൂടെയാണ് ഞാൻ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഡിപ്രഷനൊക്കെ നമുക്ക് എന്തായാലും സ്വാഭാവികമായിട്ടും നമുക്ക് മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ വരുമല്ലോ. ചെറിയൊരു കാര്യത്തിന് പോലും സങ്കടപ്പെടും, കരച്ചിൽ വരും. അങ്ങനെയുള്ളൊരു സ്റ്റേജൊക്കെ ഇപ്പോഴും എനിക്കും ഉണ്ട്. പക്ഷേ അതിനെയൊക്കെ തരണം ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അതിലേറെ എനിക്ക് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരോട് പറയേണ്ടത്, ഞാനിപ്പോൾ 4 മക്കളുടെ ഉമ്മയാണ്. അതിനകത്ത് എനിക്ക് 3 പെൺകുട്ടികളാണ്, മാഷാഅല്ലാഹ്. പിന്നെ കുടുംബത്തിൽ ആദ്യമായിട്ടൊരു ആൺകുട്ടി കടന്നു വന്നിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ വളരെ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഞാൻ ഈ Q&A ചെയ്യാമെന്ന് വിചാരിച്ച സമയത്ത് പോസ്റ്റ് ഇട്ടത് കൂടാതെ എൻ്റെ അടുത്ത് പേഴ്സണലി വന്നിട്ട് ഒരുപാട് ആൾക്കാർ കുറേ ഡൗട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ആ ഡൗട്ടുകൾക്കുള്ള ഒരു മറുപടി, അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ Q&A ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞ സമയത്ത് അതിനകത്ത് വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒരേപോലെയുള്ള ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ഞാൻ അതിനെല്ലാം ഒന്ന് സോർട്ട് ചെയ്തിട്ട് ഒരു ചെറിയൊരു Q&A ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്, ഇൻഷാല്ലാ. അപ്പം കൂടുതൽ നീട്ടി വിളിപ്പിക്കാതെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരോട്, എൻ്റെ പേര് ആസിയ, ഞാനൊരു ഫാമിലി വ്ളോഗാണ് ചെയ്യുന്നത്. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടുമൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ടേക്ക് കിടക്കാം. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ കൂടെ ഒന്ന് സ്ക്രീൻഷോട്ടൊക്കെ അടിച്ചിട്ട് വേറൊരു ഫോണിനകത്തോട്ടേക്ക് ആക്കിയിട്ട് ഞാൻ എൻ്റെ ഫോണിലാണ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എടുത്ത് വെച്ചിട്ടുള്ള മക്കളെ രണ്ടുപേരും റമിക്കാനും അച്ഛനെ ഏൽപ്പിച്ചിട്ടാട്ടോ ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് വീഡിയോ ചെയ്തിട്ട് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഇൻസ്റ്റഗ്രാമിൽ ചോദിച്ചവർക്കൊക്കെ ഞാനൊരു ഫണ്ണി ആയിട്ടൊക്കെ അതിനകത്ത് തന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എനിക്ക് യൂട്യൂബിൽ എപ്പോഴും വരുന്ന കമൻറ്റുകളാട്ടോ. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനകത്ത് ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ വീഡിയോ ഫസ്റ്റ് കാണുന്ന ഒരാളായിരിക്കാം. അപ്പം അതുപോലെ ഇപ്പോൾ കാണുന്നവരുണ്ടെങ്കിൽ അവർക്കും കൂടെ ആയിക്കോട്ടെ ഇതിൻ്റെ മറുപടി എന്ന് പറഞ്ഞാൽ. പിന്നെ ചോദിച്ചിട്ടുള്ളത്, നിങ്ങളുടെ നാട് എവിടെയാണ്, പിന്നെ നിങ്ങൾ അവിടെ നിന്ന് ഞങ്ങളുടെ ഇവിടെ ഓമശ്ശേരിയിലേക്ക് ഡെലിവറിക്ക് വരാൻ കാരണം എന്താ, ഇപ്പോൾ കുട്ടികളുടെ നിങ്ങളുടെയൊക്കെ സ്ഥിതി എന്താണ്, സുഖമാണോ എന്ന് വെച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് സുഖമാണ്, ഞങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. എനിക്ക് C-സെക്ഷൻ ആയിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അതിപ്പോൾ മാറി, കുഴപ്പമില്ല അൽഹംദുലില്ലാഹ്. ഇപ്പം ഒരു 42 ഡേയ്സ് ആയിട്ടാണ്, നന്നായിട്ട് പോകുന്നു. അലോവേര എന്ന് പറഞ്ഞൊരു ID നട്ടോ ചോദിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ നാട് എവിടെയാണെന്നുള്ളത്, ഞങ്ങളുടെ നാട് കണ്ണൂരാണ്. കണ്ണൂർ ഇരിട്ടിയിൽ പ്രോപ്പർ സ്ഥലത്തിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ മുഴക്കുന്നെന്നാണ്. പിന്നെ ഇവിടുന്ന് ഞങ്ങൾ ഓമശ്ശേരിയിലോട്ടേക്ക് വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പ്രീവിയസ് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഞാനൊരു VBAC മദറാണ്. അപ്പം VBAC ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സെക്കൻഡ് ഡെലിവറിക്ക് അവിടെ ഓമശ്ശേരിയിലായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ നാട്ടിലൊന്നും അത് ചെയ്യുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത്. ഇപ്പോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പം ഞാൻ ഇത്തവണ എനിക്ക് C-സെക്ഷൻ ആയിരിക്കുമെന്നൊരു 95% ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. പിന്നെ ഒരു 5% ഡോക്ടറോടുള്ള വിശ്വാസം, പഠിച്ചോനെ അങ്ങനെ ആക്കി തരുവാണെങ്കിലോ എന്നുള്ളൊരു പ്രതീക്ഷ. പിന്നെ അങ്ങനെയാണ്. പിന്നെ ഞാൻ സെക്കൻഡ് ഡെലിവറിക്ക് ഓമശ്ശേരിയിൽ വന്നപ്പോൾ എനിക്ക് ഭയങ്കര കംഫർട്ടായിരുന്നു ആ ഹോസ്പിറ്റലിൽ, അവിടുത്തെ സ്റ്റാഫ് കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓമശ്ശേരിയിലോട്ടേക്ക് തന്നെ ഓപ്റ്റ് ചെയ്തത്. അതല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് C-സെക്ഷൻ തന്നെയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് കാണിച്ചൊരു ഡോക്ടറുണ്ട് കേട്ടോ. ഡോക്ടർ എന്ന് പറയണോ ഫ്രണ്ട് എന്ന് പറയണോ എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഡോക്ടർ സുറുമി, ആളിപ്പം പുറത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കാണിക്കുന്ന സമയത്ത് ഞങ്ങളുടെ നാട്ടിലെ തന്നെ ഹോസ്പിറ്റലിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ജോലിയുടെ ഭാഗമായിട്ട് പുറത്തോട്ടേക്ക് പോയി. അപ്പോൾ പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഒരു സങ്കടമായിരുന്നു ആൾ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ. പിന്നെ ഞാൻ വിചാരിച്ചു ആയിഷ ഡോക്ടറെ അടുത്തോട്ടൊക്കെ പോവാം, അവിടെ ആകുമ്പോൾ പിന്നെ വേറെ എനിക്ക് നാട്ടിലോട്ടേക്ക് വേറെ ആരുടെ അടുത്ത് അത്ര കംഫർട്ട് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ആരും അങ്ങനെ ഇവിടെ
പ്രോത്സാഹിപ്പിക്കുന്നില്ല കേട്ടോ ഈ VBAC. ട്വിൻസൊക്കെ ആകുമ്പോൾ തീരെ നോക്കില്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ആയിഷ ഡോക്ടർ ഓപ്റ്റ് ചെയ്തത്. പിന്നെ മക്കളുടെ പേര് പറയുമോ എന്ന് വെച്ചിട്ടുണ്ട്. മക്കളുടെ പേര് എന്ന് പറഞ്ഞാൽ മൂത്ത 2 പേരുടെ പേര് എന്ന് പറയുന്നത്, മൂത്ത മകൾ ആലിയ മെഹവിഷ്, രണ്ടാമത്തെ ആൾ അസുബ മെഹക്ക്. ഇപ്പോൾ ട്വിൻസാണ് വന്നിരിക്കുന്നത്, ആണും പെണ്ണുമാണ്. അപ്പം ട്വിൻസിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് മോളാണ്. മോളുടെ പേര് യുക്സ മെഹനൂർ, മോൻ്റെ പേര് യക്സാൻ മെഹസർ. അത് മലയാളത്തിൽ പറയുമെന്ന് വെച്ചിട്ട് ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾക്ക് കൂടിയാണ് ഇത് പറഞ്ഞേക്കുന്നത്. പിന്നെ ട്വിൻസാന്ന് അറിഞ്ഞത് എപ്പോഴാണ്? ഫസ്റ്റ് സ്കാനിൽ തന്നെ അറിഞ്ഞോ അതോ ഏത് മന്തിലെ സ്കാനിലാണ് അറിഞ്ഞതെന്ന് നഫ്ല ഷംസ് ചോദിച്ചിട്ടുണ്ട്. അപ്പം ട്വിൻസാന്ന് നമ്മൾ 6 വീക്കിലെ സ്കാനിങ് ഉണ്ടല്ലോ, അതിനകത്ത് തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രഗ്നൻസി സ്റ്റോറി ഡീറ്റെയിൽ ആയിട്ട് തന്നെ വേറെ ഇന്ന് ചെയ്യൂ കേട്ടോ ഇൻഷാ അല്ലാഹ്. അത് കാരണം വെച്ചാൽ അതൊരു വലിയ സ്റ്റോറിയാണ്. അപ്പോൾ ആ കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വലിയ സ്റ്റോറിയാണ്. അപ്പം അതിനകത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പം ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6ാമത്തെ ആഴ്ച തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 സാക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ചിലപ്പം കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ സാക്ക് ഒന്ന് കാണാതെ പോയിന്ന് വരാം, അത്ര എക്സ്പെക്റ്റേഷൻ വെക്കണ്ട, എല്ലാവരുടെ അടുത്തും ഷെയർ ചെയ്യണ്ട, പക്ഷെ ഇപ്പം 2 സാക്ക് കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. മാഷാ അല്ലാഹ് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ട്വിൻസ് ആയിരിക്കുമെന്ന് എന്തുകൊണ്ടോ ഫസ്റ്റ് തൊട്ടേ ഞാനും റമിക്കൊക്കെ പറയുമായിരുന്നു കേട്ടോ. എന്തുകൊണ്ടാണെന്നറിയില്ല, പറയുമായിരുന്നു നമ്മളങ്ങനെ. പിന്നെ ബേബീസിന് എത്ര ഡേ ആയെന്ന് ചോദിച്ചാൽ 42 ദിവസമായിട്ടാണ്. നോർമൽ ഡെലിവറി ആൻഡ് C-സെക്ഷൻ എക്സ്പീരിയൻസ് ഒന്ന് പറയുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ രണ്ടും എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണല്ലോ. നോർമൽ ഹസ്ബൻഡിനകത്ത് മാത്രമേ ഞാൻ നോർമലായത്, ബാക്കി 3 ആളെ എനിക്ക് C-സെക്ഷനിലൂടെയാണ് കിട്ടിയേക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് അനുഭവിക്കുന്ന ആ ഒരു പെയിന് ഒഴിച്ചു കഴിഞ്ഞാൽ C-സെക്ഷനേക്കാൾ ബെറ്റർ എന്തുകൊണ്ടും നോർമൽ ഡെലിവറി തന്നെയാണ് കേട്ടോ. നമ്മൾ ആഫ്റ്റർ ഡെലിവറി നമ്മൾ ആ റിക്കവർ ആവുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് C-സെക്ഷൻ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. പ്രത്യേകിച്ച് വലിയൊരു ആരോഗ്യമൊന്നും ഇല്ലാത്തവർക്ക് എല്ലാവർക്കും ഒരേ എക്സ്പീരിയൻസ് ആയിരിക്കണമെന്നില്ല. എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് C-സെക്ഷനേക്കാളും നല്ലത് നോർമലാണ്. 4 ബേബീസിന് 2 ആളും കൂടെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുമ്പോൾ ഹെൽപ്പിന് ആളില്ലാതെ റിസ്ക് അല്ലേ എന്ന് വെച്ചിട്ടുണ്ട്. റിസ്ക് ആണ്, കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ്. എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരാൾ ഉറങ്ങുന്ന സമയത്ത് മറ്റേ എഴുന്നേക്കുന്ന സമയത്ത് ആളുടെ കരച്ചിൽ കേട്ടിട്ട് ഉറങ്ങുന്ന ആളും കൂടി ഇരിക്കും. അങ്ങനെയൊക്കെയാണ് അവരുടെ ഉറക്കത്തിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ മിക്കപ്പോഴും 2 പേർക്കും ഒന്നിച്ച് ഫീഡ് ചെയ്യേണ്ടി വരും. അപ്പം ആ ഫീഡ് ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്കിഷ്ടമാണ് ആ ഫീഡ് ചെയ്യുന്ന, അവരിങ്ങനെ 2 കുഞ്ഞുമക്കൾ നമ്മളെ കയ്യിലിരുന്നിട്ട് ഫീഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് കാണാൻ രസമാണ്. പക്ഷേ ഒരുപാട് നേരം നമുക്കങ്ങനെ ഇരിക്കേണ്ടി വരുമ്പോൾ നമുക്ക് C-സെക്ഷനൊക്കെ കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണത്. ഇപ്പം അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെയെന്ന് പറയുന്നത് മൂത്ത മോളും നോക്കിക്കോളും. അപ്പം അങ്ങനെ വലിയ ബുദ്ധിമുട്ടെന്ന് പറയാനില്ല. ഉറക്കത്തിൻ്റെയൊക്കെ പ്രശ്നമാണ് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. പിന്നെ ഭയങ്കര സന്തോഷമല്ലേ 2 കുഞ്ഞു മനുഷ്യന്മാർ എന്നെ കാത്തിട്ട് ഇങ്ങനെ കരയുക, ഞാനെടുത്ത് പാൽ കൊടുക്കുന്ന സമയത്ത് അവർ കരച്ചിൽ നിർത്തുക, അതൊക്കെ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യുന്ന ഒരാളാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ട്? പക്ഷെ ഉമ്മ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനൊന്ന് ഓക്കെ ആവുന്നൊരു ഉമ്മ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഉമ്മാക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നപ്പം ഉമ്മയുടെ വീട്ടിലോട്ടേക്ക് പോയി. പിന്നെ നമ്മൾ 3 മക്കളെ എന്താ പറയുക പ്രസവിച്ച് ഇത്രയും വലുതാക്കി നമ്മളെയും മക്കളെ നോക്കി ഉമ്മമാർക്കും കുറച്ച് റെസ്റ്റ് വേണ്ടേ. നമ്മൾ ഈ ഡെലിവറി ചെയ്യുന്നതിനനുസരിച്ചിട്ട് പൈസ കൊടുക്കാണ്ട് ഹെൽപ്പിന് വെക്കുന്ന ഒരാളെ പോലെ ആയിപ്പോയില്ലേ. അപ്പം ഞാനൊന്ന് കുറച്ച് ഓക്കെ ആവുന്നൊരു ഉമ്മ ഉണ്ടായിരുന്നു, വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഓക്കെ ആയപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ ഹാൻഡിൽ ചെയ്തോളൂ എന്നുള്ള രീതിയായപ്പോൾ ഉമ്മമാരുടെ വീട്ടിലോട്ടേക്ക് പോയി. അപ്പം എപ്പോഴും അവരെ തന്നെ ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് വേണ്ടിയിട്ട് അവരെ ബുദ്ധിമുട്ടിക്കുക എന്ന് പറയുന്നത് അത് എനിക്കും വലിയ താല്പര്യമില്ല. പിന്നെ അവർ റെസ്റ്റ് എടുക്കട്ടെ, അവരുടെ പ്രായം അതല്ലേ. മക്കളുടെ പേര് വീണ്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിപ്ലൈ ഞാൻ പറഞ്ഞേ.
കുഞ്ഞു ബേബീസ് ഒന്നിലെ ഉറക്ക റുട്ടീൻ എങ്ങനെ പോകുന്നു, ഇത് ഇൻസ്റ്റാഗ്രാമിൽ വന്ന ചോദ്യമാണ്. ഉറക്കത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇന്നലത്തെ കാര്യം തന്നെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് 2 പേരും മാറി മാറി കരച്ചിലായിരുന്നു. ഇടയ്ക്ക് നല്ലപോലെ ഉറങ്ങും കേട്ടോ. ഇന്നലെ പക്ഷേ നൈറ്റ് മൊത്തം കരച്ചിലായിരുന്നു. എന്നിട്ട് അതുകൊണ്ട് തന്നെ എൻ്റെ റെമിസ്കാൻ്റെ ഉറക്ക് മുഴുവനായിട്ട് പോയി. കാരണം വെച്ചാൽ ഒരാളെ കരയുന്നെങ്കിൽ ഞാൻ മാത്രം ഹാൻഡിൽ ചെയ്താൽ മതി. 2 പേരും കരയുന്നതുകൊണ്ട് 2 പേരും നോക്കിയിരിക്കുകയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവർ രാവിലെ ഉറങ്ങുമെന്ന് വിചാരിച്ചു, അപ്പം നമുക്ക് കിടന്നുറങ്ങാമല്ലോ. പക്ഷേ ഇന്നിപ്പം വൈകുന്നേരമായി, ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് വൈകുന്നേരമായി. പക്ഷേ ഈ നേരം വരെ അവർ 2 പേരും ഉറങ്ങിയിട്ടില്ല. ഇപ്പം ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ പോലും താഴ്ന്ന ഒരാളെ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മേലെ വന്നിരുന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അവർ ഇങ്ങനെ ഒച്ചപ്പാടും കാര്യങ്ങളും വേണ്ടാന്ന് കരുതിയിട്ട് ഇപ്പോഴും എന്താ പറയുക, മാറി മാറി എഴുന്നേറ്റ് കരച്ചിലാണ് പരിപാടി. റമീസ്ക ഹാൻഡിൽ ചെയ്തോളും, കുഴപ്പമില്ല, അൽഹംദുലില്ലാ. റമീസ്ക നന്നായിട്ട് എക്സ്പേർട്ടായിട്ടാണ് കുട്ടികളെ നോക്കാൻ. പിന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതെനിക്ക് ഒരുപാട് പ്രാവശ്യം യൂട്യൂബിൽ തന്നെ വന്ന ചോദ്യം കേട്ടോ, എൻ്റെ ഏജും റമീസ്ഖാൻ്റെ ഏജും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ തമ്മിൽ 1 വയസ്സിൻ്റെ വ്യത്യാസമാണ്. റമീസ്ക ജനിച്ചത് 1995, ഞാൻ ജനിച്ചത് 1996. പിന്നെ ഒരാളല്ല, എൻ്റെ ഡെലിവറി വ്ളോഗിൽ മൊത്തത്തിൽ ചോദ്യം വന്നിട്ടുള്ളതാണ്, ഏത് ഡോക്ടറെയാണ് കാണിച്ചത് ഓമശ്ശേരി ഹോസ്പിറ്റൽ എന്നുള്ളത്. ഞാൻ കാണിച്ചത് ആയിഷ ഡോക്ടറെ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എന്തോ ഭയങ്കര ഇഷ്ടമാണ് ഡോക്ടറെ സംസാരമായാലും നമ്മളെ ഒരു കംഫർട്ട് ചെയ്യുന്ന രീതിയായാലും എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ അവിടെയുള്ള എല്ലാ സ്റ്റാഫിനെയും, ഒരു സ്റ്റാഫിനെ എനിക്ക് മോശം പറയാനില്ല കേട്ടോ. മാഷാഅല്ലാഹ്. നേഴ്സുമാരെ കുറിച്ചിട്ടൊക്കെ എനിക്ക് പറഞ്ഞാൽ മതിയാവില്ല. അതൊക്കെ ഞാൻ എൻ്റെ ഡെലിവറി വ്ളോഗ് പറയട്ടോ. പിന്നെ ഒരുപാട് പേര് ചോദിച്ച വേറൊരു ചോദ്യമാണ്, കുടുംബത്തിൽ വേറെ ആർക്കെങ്കിലും ട്വിൻസ് ഉണ്ടോ എന്നുള്ളത്. കുടുംബത്തിൽ ട്വിൻസ് ഉണ്ട്. എൻ്റെ ഉപ്പാൻ്റെ 2 ബ്രദേഴ്സും, ഏറ്റവും ഇളയ 2 പേര് ട്വിൻസാണ്. 2 പേരും ഇപ്പം ജീവിച്ചിരിപ്പില്ല, പ്രായമായിട്ട് മരിച്ചൊന്നുമില്ല കേട്ടോ. പഠിച്ചവന് ഇഷ്ടപ്പെട്ട ആൾക്കാരെ നേരത്തെ വിളിക്കുമെന്ന് അറിയാമല്ലോ. അതുപോലെ കുറച്ച് നേരത്തെ അങ്ങ് പോയ ആൾക്കാരാണ്. അപ്പം അവർ 2 പേര് ഐഡൻറ്റിക്കൽ ട്വിൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ഉപ്പാൻ്റെ ഒരു സിസ്റ്റർ ട്രിപ്ലെറ്റ്സിനെ പ്രസവിച്ചിട്ടുണ്ട്. അത് 2 ആൺകുട്ടികളും ഒരു പെണ്ണായിരുന്നു. അവരെന്നെക്കാളും മൂത്ത ആൾക്കാരാട്ടോ. പക്ഷെ അവരുടെ വീട്ടിൽ ട്വിൻസും ട്രിപ്ലെറ്റ്സൊന്നും വന്നിട്ടില്ല. നമ്മുടെ ഫാമിലിയിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ ആർക്കും ഉണ്ടായിട്ടില്ല. ഉപ്പുമ്മ പ്രസവിച്ചിട്ടുണ്ടായിരുന്നു, ഉപ്പാൻ്റെ പെങ്ങൾ പ്രസവിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഇപ്പം ട്വിൻസിനെ പ്രസവിക്കുന്നത് ഞാനാട്ടോ. ഉപ്പുമ്മാൻ്റെ പേരും ആസിയ എന്നായിരുന്നു. ഞാൻ മുമ്പ് എവിടെയൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, എന്നെ ഡെലിവറി എൻ്റെ ഉമ്മ പ്രസവം നിർത്തിയതിന് ശേഷം പിന്നെ ഉമ്മക്ക് വയ്യാത്തതുകൊണ്ടൊക്കെ ശ്വാസം മുട്ടലൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഡെലിവറി നിർത്തിയിട്ട് ഇക്കാക്ക സെക്കൻഡ് ബേബി എൻ്റെ ഇക്കാക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് 5 വർഷത്തിന് ശേഷം വീണ്ടും കൺസീവായി. അങ്ങനെ ഞാൻ വന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് എനിക്ക് പേര് ആസിയ എന്ന് വന്നിട്ടുണ്ടായിരുന്നത്. ഉപ്പുമ്മാൻ്റെ പേരിട്ടത്. ഉപ്പുമ്മയ്ക്ക് എൻ്റെ ഉമ്മാൻ്റെ എല്ലാം കല്യാണം കഴിഞ്ഞതിന് മുമ്പ് മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ ആസിയ ട്വിൻസിന് ജന്മം കൊടുത്തിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ആ കാര്യത്തിൽ. ട്വിൻസാണെന്ന് അറിഞ്ഞപ്പോൾ മക്കളുടെ റിയാക്ഷൻ എന്തായിരുന്നു, അവർക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അവർ തമ്മിൽ അപ്പം തന്നെ വീതം വെച്ചു. എനിക്കൊന്ന് ആലിക്കൊന്ന് എന്ന് പറഞ്ഞിട്ട് അസുബു, പിന്നെ ബോയ് ആണോ ഗേളാണോ എന്നുള്ള തീരുമാനിച്ചിട്ട് അസുബുവിന് വേണ്ടത് ഗേളിനായിരുന്നു, ആലിക്ക് വേണ്ടത് ബോയിനായിരുന്നു. അങ്ങനെ ഭയങ്കര സന്തോഷമായിരുന്നു. വർത്തമാനം പറയുന്ന സമയത്ത് കഴിഞ്ഞ വീഡിയോനകത്ത് അസുബു പറയുന്നുണ്ടാവും പാവേൻ്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പം ഷിട്ടു മിട്ടു എന്ന് പറയുന്നത്. അത് നമ്മൾ വെറുതെ വയറ്റിലിരിക്കുന്ന സമയത്ത് കുട്ടികളെ വിളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നൊരു പേരാട്ടോ ഷിട്ടു മിട്ടു എന്നുള്ളത്. തമാശയ്ക്ക് വിളിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പം ആരും അങ്ങനെ വിളിക്കുന്നില്ല. പുറത്തു വന്നതിന് ശേഷം ആരും അങ്ങനെ വിളിക്കുന്നില്ല. മോനും മോളും എന്നാണ് വിളിക്കുന്നത്. അതുപോലെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നല്ല ക്യൂട്ടായിട്ടുള്ള വീട്ടിൽ വിളിക്കാൻ പറ്റിയ പേരുകളിലേക്ക് സജസ്റ്റ് ചെയ്യട്ടാ. ഞാൻ ആലീനെ ആച്ചിന്ന് വിളിക്കും. ആച്ചിന്നും ആലിയെന്നും കുറേ പേരുണ്ട് ആച്ചിക്ക്. അസ്ബുവിനെ അസുബൂന്ന് അമ്പാച്ചു എന്നും വിളിക്കും. പിന്നെ ഇവരെ നമ്മൾ അങ്ങനെ ഒരു പേര് ഇട്ടിട്ടില്ല. അപ്പോൾ നിങ്ങളൊന്ന് സജസ്റ്റ് ചെയ്യും, നല്ല പേരൊക്കെ നമുക്ക് വിളിക്കാമല്ലോ. പിന്നെ ചോദിച്ചിട്ടുള്ളതാണ് സ്റ്റിച്ച് ഇട്ടിരുന്നോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സ്റ്റിച്ച് ഇട്ടിട്ടില്ല കേട്ടോ. മാഷാഅല്ലാഹ് അൽഹംദുലില്ലാ. അതൊക്കെ എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. സ്റ്റിച്ച് ഇടാണ്ടൊക്കെ ഞാൻ 34 വീക്ക് കംപ്ലീറ്റ് ചെയ്തു എന്നൊക്കെ പറയുമ്പം എൻ്റെ ഹെൽത്ത് വെച്ചിട്ട് ഇത്രയും കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. അതിനെക്കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ പ്രഗ്നൻസി സ്റ്റോറി പറയാം. ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങളെല്ലാ ഡൗട്ടിനും ഉത്തരം ഞാൻ അതിൻ്റെ അകത്ത് തരാം കേട്ടോ. പിന്നെ ചോദിച്ചിട്ടുള്ളത് ഫാത്തിമ പാത്തു. അത് ഞാൻ വീഡിയോ ചെയ്യുന്ന അന്ന് വന്ന ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ അതും കൂടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹായ് ഡിയർ, നിങ്ങൾ ഏത് ഡോക്ടറെയാണ് കാണിച്ചത്? കോഴിക്കോട്
ഏത് ഡോക്ടറെയാണ് കാണിച്ചത്? കോഴിക്കോട്. ഞാൻ UAE ഇപ്പോൾ 6 മന്ത് സ്റ്റാർട്ടായി. അപ്പോഴേക്കും ഷുഗർ ഹൈ ആണ്. നാട്ടിൽ വരാമെന്ന് പ്ലാൻ. അപ്പോൾ നിങ്ങൾ കണ്ട ഡോക്ടറിൻ്റെ ഡീറ്റെയിൽസ് തരാമെന്ന്. ഞാൻ കാണിച്ചേക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ ഓമശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത്. കോഴിക്കോട് എത്തണ്ട കേട്ടോ, നമുക്ക് ഇവിടുന്ന് പോകുമ്പോൾ. ഓമശ്ശേരിയിൽ ഡോക്ടർ ആയിഷാനെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ധൈര്യപൂർവ്വം പോവാം, നമുക്ക് എന്ത് റിസ്ക് ഉണ്ടെങ്കിലും ഡോക്ടർ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. പിന്നെ ഭയങ്കര എന്താ പറയുക, കെട്ടിപ്പിടിച്ച് കമ്പനി അടിച്ച് അങ്ങനെ ഒരു ഡോക്ടർ എന്നല്ല പറയുന്നത്. ഭയങ്കര കാമായിട്ട് നമ്മൾ പറയുന്നതെല്ലാം കേട്ട് നമ്മളെ ഡൗട്ടിനെല്ലാം ഉത്തരം തന്ന് നമ്മളൊരു കംഫർട്ട് സോണിൽ നിർത്തുന്ന ഗൈനക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കണമല്ലോ, നമ്മളൊരു കംഫർട്ടാക്കുന്ന ഡോക്ടറായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ധൈര്യപൂർവ്വം വന്നിട്ട് ഡോക്ടറെ കണ്ടോളൂ കേട്ടോ. അതിൻ്റെ ബാക്കി എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്നെ ഇൻസ്റ്റയിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്തിട്ട് ഞാൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പം ഞാൻ പെട്ടെന്ന് എനിക്ക് വീഡിയോ കംപ്ലീറ്റ് ചെയ്യണം, കാരണം താഴത്ത് കരച്ചിലിങ്ങനെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ഇപ്പോൾ ക്വസ്റ്റ്യനായിട്ട് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് തന്നെ ഈ ഒരു Q&A ആയതുകൊണ്ടാണ് ഞാൻ നീട്ടി വലിച്ച് പറയാത്തത്. പ്രഗ്നൻസി സ്റ്റോറിയിൽ പറയേണ്ട കാര്യങ്ങളാണ് കുറേയൊക്കെ. അപ്പോൾ അതിനകത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. നമുക്ക് ഈ കുഞ്ഞു വീഡിയോ ഇവിടെ നിർത്താം. പുതിയൊരു വീഡിയോയുമായി ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഡെലിവറി സ്റ്റോറി ആയിട്ടായിരിക്കും ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വരുന്നുണ്ടാവുക. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് കൂടുതലായിട്ട് സജഷൻ എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ, നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ അങ്ങനെ സംസാരിക്കൽ ഇങ്ങനെ സംസാരിക്കൽ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ, കുറേയൊക്കെ ഞാൻ എന്താ പറയുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാനിച്ചിട്ട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ നീട്ടി വലിച്ച് പറയുന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടനെ തന്നെ വരാം. അതുവരേക്കും ബൈ.